ഞാനിപ്പോൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മൾ സ്ട്രെയിറ്റ് ചെന്നൈയിൽ നിന്നും ട്രിവാൻഡ്രത്തോട്ട് പോവാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് കൊല്ലത്തോട്ട് പോകണം. കൊല്ലത്ത് നമുക്കൊരു ബ്രൈഡൽ മേക്ക് ഓവർ ഉണ്ട്. അപ്പോൾ ചെന്നൈയിൽ നമുക്ക് ഇവൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ടി വന്നു. അവിടെ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബസ്സിന് പോയി കഴിഞ്ഞാൽ എത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റ്സ് എടുത്തത്. അങ്ങനെ നമ്മൾ ട്രെയിനിന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊല്ലത്താണ് നമ്മുടെ നിതിനേൻ്റെ വീട്. നിതിനേൻ്റെ വീട്ടിൽ പോയില്ലെങ്കിലും അമ്മേനെ കാണാണ്ട് പോയ സങ്കടാവില്ല. കൊല്ലത്തെത്തിയിട്ട് നമ്മുടെ കട കാണാണ്ട് പോണ ശരിയല്ലല്ലോ. അതെ, അതുകൊണ്ട് ഞാൻ എന്റെ അമ്മേനെ കാണാൻ വന്നതാ. ഞങ്ങള് ചെറിയൊരു റൈഡൊക്കെ ഉണ്ട്. ഞങ്ങള് വണ്ടിയിലൊക്കെ പോയി ടാറ്റ പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കൊല്ലത്ത് ആദ്യമായിട്ട് പോകാൻ പോകുന്ന സ്ഥലം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മ എന്നെ ഓദിക്കാൻ കൊണ്ടുപോവാണ്, എന്നെ കണ്ണുവിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ കാണുന്ന അപ്പൂപ്പൻ എനിക്കിതേ കയ്യിൽ ഇതിങ്ങനെ ചരടൊക്കെ കെട്ടിത്തന്നു. എനിക്ക് ആളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അയ്യോ വിശന്നിട്ട് വയ്യല്ലോ എന്നിങ്ങനെ വിചാരിച്ച് അമ്മ വേഗം അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ മട്ടൻ കുറുമ ഓർഡർ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് മട്ടൻ കുറുമ ഇല്ല ഗൈസ് എന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, മട്ടൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആദ്യം അമ്മ ഇതിങ്ങനെ എൻ്റെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ മട്ടൻ ഇട്ട് വരുന്നു. കാണുമ്പോൾ തന്നെ നാക്കിന്ന് വെള്ളം വരുന്നില്ല ഗൈസ്. അങ്ങനെ ആദ്യം അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നത് അമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങൾ തന്നെ പറയൂ ഗൈസ്. വായിലോട്ട് വെച്ചില്ല, അപ്പോഴേക്കും സൂപ്പറായി. അപ്പൊ നമ്മള് കഴിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കൊല്ലം ബീച്ചിലോട്ട് പോകുന്നു. അപ്പൊ ഗൈസ് നമ്മൾ എവിടെ എത്തി? കൊല്ലം ബീച്ചിലെത്തി. നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നു. അതെ, കേറുന്നു. പക്ഷെ ബീച്ച് മാത്രം കാണുന്നില്ല, ഇരുട്ടാണ് ഗൈസ്. അതെ, കപ്പലിന് വെച്ചാലോ? കപ്പലിന് വെക്കാം. ഉപ്പിന്റെ മാങ്ങ കളയിച്ചു ഗൈസ്. 50 രൂപയ്ക്ക് മേടിച്ച കാട്ടിക്കളഞ്ഞു. അത് കഴിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങളും പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലും സാധനം കഴിക്കരുത്. അതന്നെ, അത് ഗ്ലാസ് കുപ്പിയിൽ വെച്ച മാത്രം സാധനങ്ങൾ കഴിക്കാൻ പാടുള്ളൂ കേട്ടല്ലോ. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ. വിഷമൊന്നുമില്ല, ചെറിയൊരു സങ്കടം 10 രൂപ. പക്ഷെ എനിക്ക് കപ്പലിന്റെ മേടിച്ചരാന്ന് പറഞ്ഞു. കപ്പലിന്റെ സങ്കടം തീർക്കാൻ വേണ്ടി കപ്പലിന്റെ കഴിക്കും. ഓക്കെ അമ്മ ഇതെന്താ മത്സ്യകന്യകയോ? ഇതെന്താ ഉടുപ്പില്ലാണ്ടിരിക്കണ? അതാണ് മത്സ്യകന്യക. മത്സ്യകന്യക ഉടുപ്പില്ല കഴിച്ചില്ല കേട്ടാ. ഇതാണ് നമ്മുടെ കൊല്ലം മത്സ്യകന്യക. കപ്പലണ്ടിയും ചതിച്ചു ഗൈസ്. കപ്പലണ്ടിയും തിന്നാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. നമുക്ക് പാട്ടൊക്കെ പാടാം. കേട്ടില്ലേ കോട്ടയത്തൊരു മുത്തപ്പിള്ളച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. മാല വാങ്ങി വന്നു, താലി വാങ്ങി വന്നു, ഞാനും കൂട്ടുകാരും പന്തലിൽ ചെന്നു. കേട്ടില്ലേ കോട്ടയത്തൊരു മുത്തപ്പിള്ളച്ചൻ 90 കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി. അപ്പൊ ഗായ്സ്, അടുത്തത് നമ്മൾ പോവാൻ പോകുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ്. അതെ, സീക്രട്ട് ആയിട്ടുള്ള സ്ഥലം. ആരടുത്ത് പറയരുത് കേട്ടോ, ആരടുത്തും പറയണ്ട. പക്ഷെ ഇവരുടെ അടുത്ത് പറയാല്ലേ നമുക്ക്. അതെ, ആരടുത്ത് പറയരുത് കേട്ടോ. എടാ പോടേ, എങ്ങടാ, എങ്ങോട്ടാ? എന്തായാലും എങ്ങോട്ടാന്ന് ഞങ്ങൾ പറയാം. അതിന് നിങ്ങൾ ഈ വ്ലോഗ് ഫുള്ള് കാണണം. അതെ, എന്നാലാണ് എങ്ങോട്ടാ പോണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള സ്ഥലം കേട്ടോ.
അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ സീക്രട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും, കാരണം നിങ്ങളാണ് എൻ്റെ എല്ലാം. അപ്പം ഈ ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ ചെക്കൻ്റെ വീട്. അപ്പോൾ ചെക്കൻ്റെ അമ്മയായ എൻ്റെ അമ്മയ്ക്ക് ഇത് ഞാൻ കാണാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി വന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഗായ്സ് ഓപ്പോസിറ്റുള്ള വീട്ടിലെ ചേച്ചി കണ്ടു ഞങ്ങളെ. ഗായ്സ് ഹോംവർക്ക് ചെയ്യുന്നു, ഞാൻ പെട്ടെന്ന് അതാണ് ഞാൻ ആരും കാണാതെ കൊണ്ടിട്ട് ഞാൻ ഒന്ന് സ്ലോ ചെയ്ത് കാണിച്ചു. അതെ ഗൈസ്, എന്നെ സീക്രട്ടായിട്ട് അമ്മ ആരെയും കാണാതെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു ഗൈസ്. പക്ഷേ ആ ചേച്ചി കണ്ടു. ഇപ്പം എന്തൊരു ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ച് പിന്നെയും അതേ വഴിക്ക് പോവുകയാണ് ഒന്നുകൂടിയും വീട് കാണാനായിട്ട്. മറ്റേ ചേച്ചി നമ്മളെ ഒന്ന് കണ്ടതുകൊണ്ട് വൃത്തിക്ക് കാണാൻ പറ്റില്ലതാ. ഇപ്പം ഞാൻ ശരിക്കും കണ്ടു ഗൈസ്. നമുക്ക് ഇപ്പോൾ കേറാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കണ്ടിട്ട് പോകുന്നു. അതാണ് പെണ്ണ് എപ്പോഴും ചെറുക്കന്റെ വീട് കാണണം. അതെ, അതാണ് ഇപ്പോഴത്തെ രീതി. അതെ, അതുകൊണ്ട് ഞാൻ കണ്ടു. വഴി തെറ്റി വഴി തെറ്റി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വഴി തെറ്റിയത് വേറെ ഒന്നുകൊണ്ടല്ല, എന്നെ റൂമിൽ കൊണ്ടുവന്നാക്കണമല്ലോ. അപ്പോൾ ആ വഴിയാണ് തെറ്റിപ്പോയത് കേട്ടോ. എവിടെയാണെന്ന് ഒരു പിടിയുണ്ട്. അങ്ങനെ അമ്മ എന്നെ റൂമിലൊക്കെ ആക്കി ഹാപ്പി ആയിട്ട് അന്ന് തിരിച്ചു പോയി. അതിനുശേഷം അടുത്ത ദിവസം എന്താ നമ്മുടെ പരിപാടി? നമ്മൾ മെയിനായിട്ട് വന്നത് നമ്മുടെ ബ്രൈഡൽ മേക്ക് ഓവറിനായിരുന്നല്ലോ. അപ്പോൾ ബ്രൈഡൽ മേക്ക് ഓവർ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് സീന. ചിരിയാണ് സാറേ ഇവളുടെ മെയിൻ. ഇഷ്ടായോ? ആണോ? വിചാരിച്ച പോലെ കൊന്നു. ഒരു കുറ്റോ അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും പറയാത്ത ഒരേ ഒരു. അപ്പൊ ഈ ഒരു ദിവസം നമുക്ക് 3 മേക്ക് ഓവർ ഉണ്ടായിരുന്നു. ബ്രൈഡ്, ഗ്രൂം ആൻഡ് ഗ്രൂമിന്റെ സിസ്റ്റർ 3 പേരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്കും ഒരുപാട് സന്തോഷമായി. ആൻഡ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കൂടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങൾക്കൊക്കെ പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ഒരു സാധനം കണ്ടു ഗൈസ്. എന്താ സാധനം? ഞാൻ ഈ TV-യിൽ മറ്റേ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ളേ, പക്ഷെ ഇത് ഒറിജിനലായിട്ട് കാണുന്ന ഇപ്പോഴാണ്. അത് നല്ല നീല കളറിൽ. ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ. നോക്കിക്കൊണ്ടിരുന്നോ, ഞാൻ അങ്ങനെ പലതും പറയും. അപ്പൊ ഇങ്ങനെയുള്ള പല സാധനങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ.